അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ പുതിയൊരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. കാരണം ഇതുവരെ വന്നിട്ട് നമ്മൾ ഒന്നും കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. കാരണം വന്ന ദിവസം തൊട്ട് മഴയാണ്, പിന്നെ പല പല തടസ്സങ്ങൾ. അപ്പോൾ നമുക്ക് ഈ കുന്നും മലയുള്ള സ്ഥലത്ത് വന്നിട്ട് നമുക്ക് എന്തെങ്കിലും കാണാതെ പോകാമെന്നുള്ളത് ഒരു വിഷമമുള്ള കാര്യമായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്നലെ രാത്രി ഈ വഴി പകുതി വരെ വന്നിട്ട് തിരിച്ചു പോയ ആൾക്കാരാണ്. അപ്പോൾ ഇന്ന് കാലത്ത് എണീറ്റിട്ട് ഒന്ന് ഇറങ്ങിയാലോ എന്ന് വെച്ചിട്ട് രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇവിടുത്തെ വഴിയും കിഴിയും ഒന്നും അറിയില്ല. പക്ഷേ നമ്മളൊരു എന്താ പറയുക, ഒരു ഉന്നം വെച്ചവിടെ നടക്കുകയാണ്. അവിടെ അപ്പുറത്തൊരു പാറയാണ്. ആ പാറയമ്മ കയറുന്നു കഴിഞ്ഞാൽ ഏകദേശം പത്തനംതിട്ട സിറ്റിയുടെ ഒരു പകുതി ഭാഗം കാണാം. പിന്നെ നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെയുള്ളൊരു അമ്പലമുണ്ട്, ഒരു പാറയുടെ മുകളിലുള്ളത്. അത് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റാണോ അതിൻ്റെ സെക്കൻഡ് വീഡിയോയിലാണെന്നുണ്ട് നമ്മൾ കാണിച്ചത്. ആ അമ്പലമൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടേക്ക് അങ്ങനെ അധികം ആൾക്കാർ വരാൻ സാധ്യത കുറവാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഒരു വീടുണ്ട് താഴെ. ആ വീട്ടിലേക്കുള്ള ആൾക്കാർ മാത്രമാണ് ഇങ്ങോട്ട് വരാൻ സാധ്യത കൂടുതൽ. പിന്നെ അധികം ആൾക്കാർ വരാൻ വളരെ സാധ്യത കുറവുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ ഈ വീട് ഇവിടെ എങ്ങനെ പണിതു എന്നുള്ളത് ഫസ്റ്റ് കാര്യം. കാരണം സാധനങ്ങൾ കൊടുന്ന് ഇറക്കാനും ബാക്കി സംഗതികളൊക്കെ കുറച്ച് അത്യാവശ്യം കഷ്ടപ്പെട്ട് പണിതുള്ളൊരു വീടാണ്. ദെൻ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു സ്കൂട്ടർ ഇരിക്കുന്നുണ്ട്. ഈ സ്കൂട്ടർ ഇറക്കിയത് ഓക്കെ, സ്റ്റെപ്പിൻ്റെ മുകളിൽ കൂടെ ഇറക്കി കൊണ്ടുവന്നിരിക്കാം. പക്ഷേ ഈ സ്കൂട്ടർ ഇനി ഇവരെങ്ങനെ തിരിച്ചെടുക്കും, അതും ഒരു വല്ലാത്ത ചോദ്യമായിട്ട് ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇങ്ങനെ തോന്നി. കാരണം എന്താ വെച്ചാൽ ഇനി വേറെ വഴികളൊന്നും ഇവിടെ കാണാനില്ല, അതാണ് വേറെ കാര്യം. അപ്പോൾ ഇനി വേറെ വല്ല വഴികൾ ഉണ്ടോയെന്ന് നമുക്കറിയില്ല, ഞങ്ങൾ നോക്കിയിട്ടൊന്നും കണ്ടില്ല. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം കണ്ടൊരു അത്ഭുതം അതാണ്. ദെൻ ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യത്തെ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് സൈഡിലെ പാറയൊക്കെ ഒന്ന് നോക്കി. അവിടെ നല്ല പാമ്പോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇഴജന്തുക്കൾ കൂടുതലുണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഇവിടെ നിന്ന് അധികം ആൾക്കാരങ്ങനെ വരാത്തതാണെന്നാണ് ഞങ്ങളുടെ ഒരു ധാരണ. കാരണം ഇതങ്ങനത്തെ ഒരു ഏരിയയാണ്. പ്ലസ് ഇതിൻ്റെ അവിടെ ഈ മഴയും കാര്യങ്ങളൊക്കെ പെയ്തിട്ടുള്ള കാരണം തന്നെ മൊന്ത പിടിച്ച് കിടക്കണം, കാടും മൊന്തയുമാണ് ഇവിടെ. അപ്പോൾ ആ ഒരു ഭയം ചെറുതായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ നന്നായി സൗണ്ടൊക്കെ ഉണ്ടാക്കി കാലുകൊണ്ട് സൗണ്ട് ഉണ്ടാക്കിയിട്ട് പോകണം. കാരണം എന്താ വെച്ചാൽ പാമ്പുകളുണ്ടെങ്കിൽ അവരങ്ങോട്ട് നീങ്ങി കിടന്നോട്ടെ, നമുക്ക് ഒരു ഉപദ്രവിക്കണമെന്നില്ലല്ലോ. നമ്മൾ വിചാരിച്ച സ്ഥലത്തേക്ക് പോയാൽ മതി. അപ്പോൾ അവർക്ക് പ്രശ്നമില്ലാത്ത രീതിയിൽ ഞങ്ങൾ വളരെയധികം സൗണ്ടൊക്കെ ഉണ്ടാക്കി, വായോണ്ടല്ല കേട്ടോ, കാലുകൊണ്ട് ഇങ്ങനെ നന്നായി ചവിട്ടി സൗണ്ട് ഉണ്ടാക്കിയിട്ട് നല്ല മൂവ് ചെയ്തു. അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തുകയാണ്. ഇതൊരു ചെറിയ ഒരു വ്യൂ പോയിൻ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം ഇവിടെ നിന്ന് അത്യാവശ്യം കാഴ്ചകൾ കാണാനുള്ളൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ഒരു സ്ഥലം അങ്ങനെ വീഡിയോ എടുത്തിട്ടൊന്നും അങ്ങനെ അധികം ആൾക്കാർ കാണിക്കാൻ വളരെ സാധ്യത കുറവാണ്. ഇവിടെ ഒരു ഉച്ചരിഞ്ഞിട്ട് അങ്ങനെ വന്നിരിക്കാൻ പറ്റുകയാണെങ്കിലൊക്കെ അടിപൊളിയായിരുന്നു. ഞങ്ങൾ പക്ഷേ വന്ന ദിവസം ഭയങ്കര മഴയായിരുന്നു. അത് കാരണം ഞങ്ങൾക്ക് ഇവിടേക്കൊന്നും വരാൻ പറ്റിയില്ല. അതിൽ ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട്. കാരണം വെച്ചാൽ വന്ന അന്നൊക്കെ വെറുതെ ഇരിക്കുകയായിരുന്നു. അന്ന് ഇവിടെ നമുക്ക് വരാൻ പറ്റുന്ന ഒരു സാഹചര്യം നമുക്ക് ശരിക്കും നല്ല രീതിയിൽ യൂസ് ചെയ്യായിരുന്നു. കാരണം വെച്ചാൽ ഉച്ചരിഞ്ഞ് ഒരു കാറ്റൊക്കെ കൊണ്ടിരുന്ന് ഒരു രസമാണ്. പക്ഷേ അത് നമുക്ക് ഏറ്റവും അവസാനത്തെ ദിവസമാണ് നമുക്കിവിടെ വരാൻ പറ്റിയത്. ഇവിടെയും പ്രത്യേകത എന്താ വെച്ചാൽ എല്ലാ പാറയുടെ മുകളിൽ നിന്നും വെള്ളം ഇങ്ങനെ കുറേശ്ശെ പൊടിച്ച് വരുന്നുണ്ട്. എന്താ വെച്ചാൽ ഈ ഉറവ അങ്ങനെ ഉറവകൾ കണ്ട് സന്തോഷിച്ച് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിൽ പോവാണ്. അപ്പോൾ ഇനി നമുക്ക് 2:45 നമ്മുടെ ബസ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പത്തനംതിട്ട KSRTC ബസ് സ്റ്റാൻഡിൽ നമ്മൾ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് ബസ് കയറുന്നതും തുടർന്നുള്ള കാര്യങ്ങളാണ് അടുത്ത വീഡിയോ കേട്ടോ.